നമസ്തേ. നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ട് സ്ട്രെസ്സാണ്. ഹെൽത്ത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഡേ ടു ഡേ ലൈഫിലുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും സ്ട്രെസ്സിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായ കാര്യങ്ങൾ അറിയണം. എപ്പോഴും സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നത് സ്ട്രെസ് അനുഭവിക്കാത്ത ആൾക്കാരുണ്ടോ? ജീവജാലങ്ങൾക്കെല്ലാം സ്ട്രെസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് ഹെൽത്ത് സൈക്കോളജിയിൽ സ്ട്രെസ് ഭയങ്കരമായി നമ്മൾ എടുക്കുന്ന ഒരു ഭാഗമാണ്. ഭയങ്കരമായി എന്ന് വെച്ചാൽ എല്ലാവരെയും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം സ്ട്രെസ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, എത്ര തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അത് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ധാരണ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 3 തരത്തിലുള്ള സ്ട്രെസ്സാണ് നമ്മൾ മെയിനായിട്ട് പറയുക: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രെസ്. അപ്പോൾ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരാൻ പോകുമ്പോഴും, നല്ല കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു ജോലി കിട്ടുക, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക, അപ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഇതേത് സാഹചര്യത്തിൽ വരും, ഇവിടെ പുതിയ ആൾക്കാർ വരും, അത് സ്ട്രെസ്സാണ്. ഇറ്റ്സ് കോൾഡ് പോസിറ്റീവ് സ്ട്രെസ്. അതേസമയം നെഗറ്റീവായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുക, അതായത് നമ്മുടെ കൃഷി നശിച്ചു പോവുക, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. നമ്മൾ പറഞ്ഞത് 2018 വെള്ളപ്പൊക്കം, പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ്, അവിചാരിതമായി നമുക്കുണ്ടായ ഒരു വെള്ളപ്പൊക്കം, നമ്മുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് സ്ട്രെസ്സാണ്. അപ്പം നഷ്ടപ്പെടലുകളുണ്ട് അതിനകത്ത്. ഡിസ്ട്രെസ് സാധാരണ രീതിയിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ഇപ്പം പരീക്ഷ എഴുതാനായിട്ട് കുട്ടികൾ പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് വീട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു, അവിചാരിതമായ കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പം ഇത് ഡിസ്ട്രെസ്സാണ്. ഇതിനെയാണ് നമ്മൾ കൂടുതലും നമ്മൾ പഠിക്കുന്നത്. അപ്പം പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രെസ്. അപ്പോൾ 3 തരത്തിലുള്ള സ്ട്രെസ് നമുക്കുണ്ട്. ഇത് കൂടാതെ ഹൈപ്പോ സ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് കൂടുതൽ, അപ്പം ഒരു പരിധിക്കപ്പുറം സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. അതൊക്കെ ലോ ലെവലിലുള്ള സ്ട്രെസ്സാണ്. അപ്പം ആ ലോ ലെവലിലുള്ള സ്ട്രെസ്സിന് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയും. പക്ഷെ കൂടുതലാകുക, അപ്പോൾ സ്ട്രെസ്സിൻ്റെ സിറ്റുവേഷൻ നമുക്ക് കൂടുതൽ വരുമ്പോൾ അതിന് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയും. അപ്പം 3 തരത്തിലുള്ള സ്ട്രെസ് നമ്മൾ പറഞ്ഞു: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഡിസ്ട്രെസ്. പിന്നെ കൂടാതെ ഹൈപ്പർ സ്ട്രെസ്സും. അപ്പം എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ സ്ട്രെസ് വേണ്ടേ, ജീവിതത്തിൽ സ്ട്രെസ് വേണ്ടേ എന്ന് ചോദിക്കും. തീർച്ചയായും സ്ട്രെസ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പരിധി കൂടുമ്പോഴേ സ്ട്രെസ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പരീക്ഷ എഴുതണോ, നല്ലപോലെ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, സമയത്തിന് എനിക്ക് തീർക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നൊരു സ്ട്രെസ് ഉണ്ടാകാം. അപ്പം അതൊരു പരിധി വരെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന സ്ട്രെസ്സാണ്. പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പം അതിനകത്ത് ആങ്സൈറ്റിയും കൂടെ കൂടിയ ഭാഗങ്ങൾ വരും. അപ്പം സ്ട്രെസ്സിൻ്റെ ലെവൽ വ്യത്യാസം വരും. അപ്പം സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്ട്രെസ് ഇല്ലാന്നിരിക്കട്ടെ, എക്സാമ്പിൾ ഒന്നിനെ കുറിച്ച് നമുക്കൊരു വ്യാകുലപ്പെടേണ്ട കാര്യമില്ലാത്തൊരവസ്ഥ വരിക, അപ്പോൾ നമുക്ക് സ്ട്രെസ് ഒന്നുണ്ടാകും. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ഉണ്ടാകണം. അപ്പോൾ ഒരു സെർട്ടൺ ലെവൽ വരെ വേണമെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് പറയാം. അത് നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് എപ്പോഴും എടുക്കുന്നത്, നെഗറ്റീവായിട്ട് മാത്രം വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളും നമ്മൾ നടത്തണം. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും സ്ട്രെസ് തന്നെ ആദ്യത്തെ ഞാൻ ഇന്നലെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്: ഫ്രസ്ട്രേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നടക്കാതെ പോയി കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. പിന്നെ എൻവയോൺമെൻ്റൽ ആയിട്ട് ചേഞ്ച്, ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ. ഇത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഫ്രസ്ട്രേഷൻ ആകാം, എൻവയോൺമെൻ്റൽ ചേഞ്ചസ്, കോൺഫ്ലിക്റ്റ് ആകാം, ഡെയിലി ഹാസിൽസ് ആകാം, ഡെയിലി ജീവിതത്തിലുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ, ലൈഫ് ഈവൻറ്റ്സ് ആകാം, ലൈഫിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാകാം. പിന്നെ കോൺഫ്ലിക്ട്സ് എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ കോൺഫ്ലിക്ട്സിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യങ്ങളും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പം പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. 2 കാര്യങ്ങൾ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൊരവസ്ഥ വരിക. ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ റിയാക്ഷൻ. എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഫ്ലൈറ്റിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പേടിയാണ്.
കയറണം എന്ന് ആഗ്രഹമുണ്ട് താനും, പക്ഷെ കയറാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതികളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ട് സംഗതി നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് അവോയ്ഡൻസ്. അത് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പം ഇത് നമ്മൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറിലാണ് നമ്മൾ പറയുന്നത്, പക്ഷേ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ് വ്യക്തികളിൽ ഉണ്ടാകുന്ന, എനിക്കുണ്ടാകുന്ന ഒരു കാര്യം തന്നെ ഞാൻ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. നമുക്കിപ്പം ഒരു ജോലിക്ക് കയറണം, ജോലിക്ക് വേണോ വേണ്ടയോ, സംശയമായി, അത് വേണോ വേണ്ടയോ, അത് വേറെ ജോലിക്ക് പോകണം. അത് എൻ്റെ അകത്ത് നടക്കുന്ന കോൺഫ്ലിക്റ്റാണ്. ദാറ്റ് ഇസ് കോൾഡ് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വലിലെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിൽ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്, അയാൾ പറഞ്ഞ സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ലൈബ്രറി പോകാമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റായി. അപ്പോൾ ഏതാണ് വേണ്ടത്, അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഇന്റർ കോൺഫ്ലിക്റ്റ് ആയി. ഇന്നർ അല്ല, ഇന്ററായി. ദ സെയിം തന്നെ ഗ്രൂപ്പിലാക്കുക. ഗ്രൂപ്പിനകത്തുണ്ടാകുന്ന ഗ്രൂപ്പിനകത്തുണ്ടാകുന്ന വഴക്ക്. അപ്പം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലുണ്ടാകും, ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിലാകാം, അല്ലെങ്കിൽ ഫാമിലി തന്നെയാകാം, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള വഴക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്. വഴക്കെന്നല്ല, കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾ, ആശയ പൊരുത്തക്കേടുകൾ, അത് വരും ഇന്റർ കോൺഫ്ലിക്റ്റ്. എന്നാൽ രണ്ട് കുടുംബക്കാർ, രണ്ട് അയൽവക്കക്കാർ തമ്മിലുള്ള വഴക്കാകുമ്പോൾ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആയി. അപ്പം ഇതാണ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച്. അപ്പോൾ ഫ്രസ്ട്രേഷൻ ആകാം, ലൈഫ് ഇവൻറ്റ്സ് ആകാം, ഡെയിലി ഹാസിൽസ് ആകാം, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആകാം, ദെൻ സിറ്റുവേഷൻസ് ആകാം, ഏത് വേണമെങ്കിലും സാഹചര്യങ്ങൾ. ഒരേ കാര്യം തന്നെ സ്ട്രെസ്സും ആകാം, സ്ട്രെസ്ഫുൾ അല്ലാതാകാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സെയിം തിങ്, സെയിം ഈവൻറ്റ്, ഒരേ കാര്യം ഒരു വ്യക്തിക്ക് തന്നെ അത് സ്ട്രെസ് ആകാം, സ്ട്രെസ് അല്ലാതാകാം. ഉദാഹരണം, നമ്മളേതെങ്കിലും ഒരു കൃഷി ഇറക്കുന്നു, അത് എപ്പോഴും നമുക്ക് പറയാൻ എളുപ്പമുള്ളതാണ്. കൃഷി ഇറക്കുന്നു. അപ്പോൾ കൃഷി ഇറക്കുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവാണ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനാണ്. അതേസമയം കൃഷിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ കണ്ടത്തിൻ്റെ കരയ്ക്ക് വെച്ചിരിക്കുന്ന സമയത്ത് മഴ പെയ്താൽ സ്ട്രെസ്സായി. അപ്പോൾ ഒരേ കാര്യം മഴയാണ്, ഒരാൾക്ക് തന്നെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സ്ട്രെസ്സുമായി സ്ട്രെസ് അല്ലാതെയായി. അതേപോലെ തന്നെ ഒരേ കാര്യം തന്നെ രണ്ട് പേരിലുണ്ടാക്കുന്നത്, രണ്ട് പേരിൽ. അതായത് ഒരാൾക്ക്, അതായത് ഞാൻ കൃഷി ഇറക്കി വെച്ചിരിക്കുകയാണ്, കൃഷിയെല്ലാം എടുത്ത് നമ്മൾ വിളവൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൻ കൃഷി ഇറക്കുകയാണ്. അപ്പോൾ മഴ പെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിളവ് പുറത്തിരിക്കുകയാണ്, മഴ പെയ്താൽ നനഞ്ഞു പോകും, ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ കൃഷി ഇറക്കിയിരിക്കുകയാണ്, അയാൾക്ക് മഴ ആവശ്യമുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷമാവും, സ്ട്രെസ് ആയിരിക്കുകയാണ്. അപ്പം ഒരേ സാഹചര്യം ഒരു വ്യക്തികളിൽ രണ്ട് സമയത്ത് സ്ട്രെസ് ആകാം, സ്ട്രെസ്ഫുൾ അല്ലാതാകാം. അതേപോലെ ഒരേ കാര്യം രണ്ട് വ്യക്തികളിൽ ഒന്ന് സ്ട്രെസ് ആകാം, ഒന്ന് സ്ട്രെസ്ഫുൾ അല്ലാതാകാം. അപ്പം ഇങ്ങനെ ഒരു സംഗതിയാണ്. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ആയിട്ട് തോന്നുമ്പോൾ, നമുക്കതൊരു ബുദ്ധിമുട്ടാകുമ്പോൾ തോന്നുമ്പോൾ മാത്രമേ നമുക്ക് തന്നെ സ്ട്രെസ് ആകും. അതിൻ്റെ പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഏത് സാഹചര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ചെയ്യുന്ന വെച്ചാൽ ഏതാണ് ഈ സാഹചര്യം, അതെങ്ങനെയാണ് എന്ന് നമ്മൾ വിലയിരുത്തുക. അത് സ്ട്രെസ്സായിട്ട് കളിക്കാം, സ്ട്രെസ്ഫുൾ അല്ലാതെ കളിക്കാം. അപ്പം ആ സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടാൽ ആ സിറ്റുവേഷൻ നമുക്ക് സ്ട്രെസ്സാക്കി മാറ്റും. അപ്പം എപ്പോഴെങ്കിലും സ്ട്രെസ് എന്ന് പറയുന്നത് അത് നമ്മളെ ബാധിക്കുമ്പോൾ മാത്രം, എൻ്റെ ഫിസിയോളജിക്കൽ ചെയ്യാം. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡെഫിനിഷൻ, ഇറ്റ് ഇസ് എ അൺഡിഫൈൻഡ് ബിഹേവിയർ ഓർ റിയാക്ഷൻ ഓഫ് യുവർ ബോഡി ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു സാഹചര്യത്തോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത്. ഇത് നേരത്തെ മുൻകൂട്ടി കാണുന്നതല്ല, മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യുന്നതല്ല. ഒരു സാഹചര്യത്തോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ആ ഈവൻ്റ് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ കാണുന്നു, അത് സ്ട്രെസ്ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമുക്കൊരു ടാക്സ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതെനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് സ്ട്രെസ്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ, സ്ട്രെസ് എന്ന് പറയുന്ന പെർസെപ്ഷനെ കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും ഇമോഷണലും ചേഞ്ചസ് നമുക്കുണ്ടാകുന്നുണ്ട്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമുക്കുണ്ടാകും. അപ്പം നമ്മൾ ഫ്രസ്ട്രേഷനൊക്കെ വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറാം, ശബ്ദം നമുക്ക് മാറാം, നമ്മുടെ ശരീരം വിറയ്ക്കാം, നമുക്ക് സെറ്റ് ചെയ്യാം,
ഇതൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമുക്കുണ്ടാകും. സൈക്കോളജിക്കൽ ചേഞ്ചസ് പറഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം, നമ്മൾ വിഷമം നമ്മളെ മനസ്സിനകത്തുണ്ടാകാം, എമോഷണൽ വെച്ച് നമുക്ക് കരയാം, നമുക്ക് ചിലപ്പം നമുക്ക് ദേഷ്യം വരാം, എല്ലാം വരുന്നൊരു എമോഷൻ. അപ്പം ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും എമോഷണലും ചേഞ്ചസ് നമുക്ക് ഇതുകൊണ്ട് സ്ട്രെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകാം. സ്ട്രെസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഈവൻറ്റ് നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ് ഉണ്ടാകുക. അടുത്ത സംഗതി നമ്മൾ സ്ട്രെസ് പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു, സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യം. ഇനി എങ്ങനെ സ്ട്രെസ്സുമായിട്ട് കോപ്പി ചെയ്യാം? ഈ കോപ്പിംഗ് സ്ട്രാറ്റജി സ്ട്രെസ് ഇല്ലാതിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ നല്ല പറയുന്നത്. സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ കോപ്പി ചെയ്യാം, അതുമായിട്ട് എങ്ങനെ ചേർന്ന് വയ്ക്കാം. അപ്പം കോപ്പി ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്ഫുൾ ഈവൻറ്റിനെ നമ്മൾ അതിനോടുള്ള പെർസെപ്ഷൻ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈവൻറ്റിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പം മഴ പെയ്തതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് നമ്മളത് മാറ്റിയിട്ട് അതിൻ്റെ തിങ്കിങ് വന്ന് ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റുക. അതാണ് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്. അപ്പം സ്ട്രെസ് എപ്പോഴും ചോദിക്കും, സ്ട്രെസ് ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടൻ സ്റ്റേജ് വരെ അത് പ്രൊഡക്ടിവിറ്റി കൂടുന്ന സംഗതി. സർട്ടൻ ലെവൽ വരെ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. സർട്ടൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പം എന്താണ് സ്ട്രെസ്, എന്തൊക്കെ കാരണങ്ങളാണ്? അപ്പം നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് പെട്ടെന്ന് നോക്കി പോകാം. ഇത് റെസ്പോൺസ് ഓഫ് ദ ബോഡി ടുവേഴ്സ് എ സർട്ടൻ ഡിമാൻഡ്. അത് ശരീരത്തിൻ്റെ ഒരു സാഹചര്യത്തോടുള്ള പ്രതികരണമാണ്. ഇത് നോൺ സ്പെസിഫിക് ആണ്, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതല്ല. അപ്പോൾ എൻവോൺമെൻറ്റൽ ഈവൻറ്റ്സ്, എൻവോൺമെൻറ്റ് ചുറ്റുപാടുകൾ നമ്മൾ അതിനെ വിളിക്കും, ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങൾ നമ്മൾ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം സ്ട്രെസ് ആസ് എ റോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ്സ് മെയ്ഡ് ഓൺ ദം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതികരണമാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും? സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫിസിക്കൽ കാര്യങ്ങളാകാം, സൈക്കോളജിക്കൽ കാര്യങ്ങളാകാം, സാമൂഹികമായ കാര്യങ്ങളാകാം, ചുറ്റുപാടുകളുടെ കാര്യങ്ങളാകാം, ലൈഫ് ഇവൻറ്റ്സ് ആകാം. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ട്രെസ് കാറ്റഗറൈസ് ഇൻ ടു ഫിസിക്കൽ, സൈക്കോളജിക്കൽ, എൻവോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ലൈഫ് ഈവൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ സ്ട്രെസ്സേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. സിംറ്റംസ് ഓഫ് സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. സ്ട്രെസ് കാരണം കൂടുതൽ മനസ്സിലാക്കണം. പലപ്പോഴും സ്ട്രെസ് വളരെ എളുപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വയ്ക്കും, പക്ഷേ സ്ട്രെസ്സിനകത്ത് എഴുതാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് പരീക്ഷയെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ഇത് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, ശാരീരികമായി, എമോഷണൽ, സൈക്കോളജിക്കൽ സിംറ്റംസ് ആൻഡ് ബിഹേവിയറൽ സിംറ്റം. ഇതാണ് ഞാൻ പറയാൻ പറ്റും. ബിഹേവിയർ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റം, ദേഷ്യം വരാം, എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയാം, എന്തെങ്കിലും പൊട്ടിക്കാം, നമുക്ക് ഓടാം, ചാടാം, പല പ്രശ്നങ്ങളും സിംറ്റംസ് കാണാം. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റിയതാണ്. സോ സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ ഫ്രസ്ട്രേഷൻ, പ്രഷർ, എന്തെങ്കിലും ഭയങ്കര പ്രഷർ, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്യണം, ഇത്ര കാര്യങ്ങൾ കുറച്ച് സമയത്ത് ചെയ്യണം, ദാറ്റ് ഇസ് കോൾഡ് പ്രഷർ. ലൈഫ് ഇവൻറ്റ്സ്, ഡെയിലി ആസിഡ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പരസ്പരം ഞാൻ പറഞ്ഞു, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു ജോലി സാഹചര്യങ്ങൾ, ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ കണ്ടീഷൻ, സാഹചര്യങ്ങൾ മാറുക, ദെൻ കോൺഫ്ലിക്ട്സ്, അത് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ നമ്മൾ ഇതിനെ സ്ട്രെസ്സിനെ നമുക്ക് അളക്കാം? ഫിസിയോളജിക്കൽ മെഷേഴ്സ് ഉണ്ട്. നമ്മൾ ബി പി കൂടുന്ന, ബി പി ടെസ്റ്റ്, നമ്മൾ ബി പി കൂടുന്നുണ്ടോ, ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടോ എന്നറിയാം. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ധാരാളം സ്ട്രെസ്സിന് സൈക്കോളജി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, സ്ട്രെസ് ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഏതാണ്, ഇന്ന സാഹചര്യങ്ങൾ സ്ട്രെസ് ഉണ്ടാകും, അത് നമ്മൾ ടിക്ക് ചെയ്യും. ഇൻ്റർവ്യൂ പറയേണ്ട കാര്യമില്ല, 1 to 1 ഒരാളെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, ഏതൊക്കെയാണെന്ന് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുക. ഇറ്റ് ഈസ് കോൾഡ് ഇൻ്റർവ്യൂ മെത്തേഡ്. പിന്നെ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, സ്ട്രെസ് ഉണ്ടാകുന്ന എന്താ, ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ആ വ്യക്തി സ്ട്രെസ് ആകാനുള്ള കാരണങ്ങൾ.
ഫസ്റ്റ് വൺ ഇത് പേഴ്സണാലിറ്റിയാണ്, ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറാണ് ഇതൊക്കെ. ദ സ്റ്റാർട്ടഡ് ഇൻസെക്യൂരിറ്റി, അവരെപ്പോഴും ഒരു വിശ്വാസമില്ലായ്മയും കൂടെ ആണ് പെരുമാറുന്നത്. പിന്നെ എപ്പോഴും തിരക്കാം, ഇതെല്ലാം ചെയ്ത് ഇന്ന സമയത്തുള്ളിൽ ചെയ്യണം ഒക്കെയാണ്. പിന്നെ ഹൈപ്പർ അഗ്രസീവ്നെസ്, കുറെ ഉഷാറായിട്ട് കാണിക്കും. പിന്നെ ഫ്രീ ഫ്ലോട്ടിങ് ഹോസ്റ്റിലിറ്റി, ഒഴിഞ്ഞു മാറി എല്ലാത്തിനും ഞാനായിട്ട് എന്തിനു ചെയ്യുന്നു, എന്തിനു ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കും സ്ട്രെസ് ഉണ്ടാകാം. സെൽഫ് ഡിസ്ട്രക്ഷൻ, കാരണം എന്താ വെച്ചാൽ നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള സ്വഭാവം ഉണ്ടാകുക. പിന്നെ ഹോസ്റ്റിലിറ്റി, അങ്ങനെ ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, നോർമലായിട്ട് നിൽക്കുന്ന പെട്ടെന്ന് ആങ്കറും ഇറിറ്റബിലിറ്റി ഒക്കെ കാണിക്കുക. അതാണ് തീം നോർമൽ. കാണുന്ന ആൾക്കാർ ഭയങ്കര നോർമലായിട്ട് തോന്നും, പക്ഷെ ഹോസ്റ്റിലിറ്റി ഉണ്ടായിരിക്കും അതിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിലിറ്റി, ആങ്കർ, ഹു അതർവൈസ് സീം പെർഫെക്റ്റ്ലി നോർമൽ. നമ്മൾ സാധാരണ ഇതിൽ കാണുന്ന നോർമലാണ് എന്നുള്ള ഒരാൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഹോസ്റ്റിലിറ്റി. ദെൻ പെർഫെക്ഷനിസം, പ്രൊക്കാസിനേഷൻ ഞാൻ പറയണ്ടേ. പെർഫെക്ഷനിസം വെച്ചാൽ OCD, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയും. പ്രൊക്കാസിനേഷൻ, മാറ്റി വെക്കുക. ഇന്ന് ചെയ്യേണ്ട സംഗതികൾ നാളെ ചെയ്യാം, അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുക, അതും സ്ട്രെസ് ഉണ്ടാക്കുക. പിന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ലേൺ പെസിമിസം, ഇത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയല്ല, അല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് പറ്റിക്കോളും, അല്ലെങ്കിൽ അങ്ങനെ വന്നോളും എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ. ദെൻ പേഴ്സണലൈസേഷൻ, ഇംപ്ലിമെൻസ്. പിന്നെ മോഡറേറ്റേഴ്സ് ഓഫ് എല്ലോ സംഭവിക്കുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. മോഡറേറ്റ് ചെയ്യുക, എല്ലോ സംഭവിക്കുന്നതെല്ലാം അങ്ങനെ ആയിക്കോട്ടെ, അത് ഏതെങ്കിലും ആയിക്കോട്ടെ, വരുന്നതൊക്കെ എൻ്റെ തലയിലെടുത്താണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുക. എല്ലോ ഹാർഡ്നെസ്, ചില തീരുമാനം അങ്ങനെ തന്നെയാവും, അതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, ഞാനിങ്ങനെ അറിഞ്ഞതാണ് എന്ന് വെക്കുന്ന ഹാർഡ്നെസ് എന്ന് പറയുന്നത്. സോഷ്യൽ സപ്പോർട്ട്, സോഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറഞ്ഞിരിക്കും. പലപ്പോഴും സ്ട്രെസ് കുറഞ്ഞിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സമൂഹ ജീവിയാണ്, മനുഷ്യൻ ഇപ്പം സമൂഹ ജീവിയാണ്, സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും വരും. അപ്പം ഒരു കാര്യം നടക്കുന്ന സമയത്ത് എൻ്റെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊരു പ്രശ്നം, വെള്ളപ്പൊക്കം വന്നു, എക്സാമ്പിൾ വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ സോഷ്യൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അതിനെ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. അപ്പം ഈ എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്, മോഡറേറ്റ് ചെയ്യാൻ. ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം, ജെൻഡർ ആൻഡ് കൾച്ചർ. ജെൻഡർ എന്ന് പറയുന്നതിനകത്ത് പല ഇതുണ്ട്. ജെൻഡർ ചിലപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് സ്ട്രെസ് കൂടുതലാണ്, പക്ഷെ അങ്ങനെയല്ല. ചില കൾച്ചറിലുള്ള ആൾക്കാർ പൊതുവേ അവർ സമാധാനമായിരിക്കും, പ്രത്യേകിച്ചൊന്നും പറയുകയോ അങ്ങനെ എടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഒരു കൾച്ചർ, ആ കൾച്ചർ നമുക്കെപ്പോഴും സ്ട്രെസ്സിന് ഇതുണ്ട്. സ്ട്രെസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി പറഞ്ഞു. എഫക്ട് ഓഫ് സ്ട്രെസ് ആൻഡ് റിലേഷൻഷിപ്പിന് ഒരു പരിധി വരെ സ്ട്രെസ് നന്നായിട്ട് വയ്ക്കും, ഒരു പരിധി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന് മോശമാണ്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. സ്ട്രെസ് മാനേജ്മെന്റ്, എങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ആ സ്ട്രെസ്സുമായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്ട്രെസ് നമ്മുടെ ജീവിതത്തിലോ സാമൂഹ്യ സാഹചര്യത്തിലോ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മുമ്പോട്ട് നീങ്ങാൻ പറ്റും. അതാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ഗോൾസ് ഓഫ് കോപ്പിംഗ്, കാരണം എന്തൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ഈ സ്ട്രെസ് മാനേജ് ചെയ്യുമ്പോഴേക്ക് ഈവൻറ്റുമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ല, അത് സോഫ്റ്റ് സ്കില്ല് വേണം അതിനെ നമുക്ക് ജീവിക്കാൻ. അതായത് സ്ട്രെസ്ഫുൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിനെ നമുക്ക് ഓവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പ്രശ്നം ജീവിതത്തിലെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിച്ച് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചെറിയ സംഗതി ഇതിനകത്തുണ്ട്. കോപ്പി നമ്മൾ വരുമ്പോൾ എന്തിനാണ് കോപ്പി ചെയ്യുന്നത്? അപ്പം ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് മനസ്സിലാക്കണം. അപ്പം പല രീതിയിലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് സിറ്റുവേഷൻ ഉണ്ട്. ആദ്യത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ പല നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യും, പല രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടുള്ളത്, ആ പ്രശ്നത്തെ നമ്മളെങ്ങനെ, അല്ലെങ്കിൽ എമോഷണലി വൈകാരികമായി ബേസ് ചെയ്തിട്ടുള്ളത്.
അപ്പം എന്തിനാണ് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പോസിബിൾ റിക്കവറിംഗ് ബൈ ഡിഗ്രീസ് ഇൻ ദ നെഗറ്റീവ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ചുറ്റുപാടുകളുള്ള നെഗറ്റീവ് എൻവയോൺമെൻറ്റ് കണ്ടീഷനെ നമ്മൾ കുറയ്ക്കുക. അതാണ് ഈ കോപ്പിംഗ് സ്ട്രാറ്റജി, ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. അതായത് എന്തിനാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സ്ട്രെസ്സുമായിട്ട് കോപ്പി ചെയ്യുന്നത്. ആദ്യത്തെ റിക്കവറി ബൈ ഡിഗ്രീസ് ഇൻ ദ നെഗറ്റീവ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ചുറ്റുപാടുള്ള നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് സാഹചര്യം, നമുക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ എപ്പോഴും മാറ്റാൻ പറ്റില്ല. എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2018 മഴ പെയ്തു, ഫ്ലഡ് ഉണ്ടായി. അപ്പം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊരു മഴ പെയ്തു, സിറ്റുവേഷൻ മോശമായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ചേർന്ന് വരും, എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കണം. ചിലപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകാം, നമ്മുടെ വീടിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ടാകാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ അതിലെങ്ങനെ ജീവിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ കോപ്പിംഗ് സ്ട്രാറ്റജിയിൽ അടുത്ത ഒരു സംഗതി. അതായത് സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരാൻ വേണ്ടി നമ്മൾ പഠിക്കാം. പിന്നെ ദ മെയിൻറ്റെയിൻ സെൽഫ് ഇമേജ് ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ എമോഷൻ. അപ്പം നമ്മൾ ഒരു എമോഷണൽ ബാലൻസ്, വൈകാരികമായ സന്തുലനാവസ്ഥ പാലിക്കാൻ വേണ്ടി, അതായത് സ്നേഹം, സങ്കടം, സന്തോഷം, വിഷമം, ഇതൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആ സെൽഫ് ഇമേജുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു പോസിറ്റീവ് ഇമേജ് എമോഷണലി ഇതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു എൻഷുർ പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മൾ പരസ്പരം കൂട്ടുകൂടാനായിട്ടുള്ള കഴിവുകൾ നമ്മൾ ഉണ്ടാക്കുക. കോപ്പിംഗ് സ്റ്റൈൽസ്, എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സുമായിട്ട് ചേരാൻ പറ്റുക. സ്റ്റൈൽസ് ഏതൊക്കെയാണ്? പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. ഇപ്പം പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ഇത് കണ്ടുകൊണ്ട്, അത് സ്ട്രെസ് വരുന്ന സംഗതി നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുക. അതായത് സ്ട്രെസ് വരുന്നത് നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് വരികയല്ല, ശരീരത്തിലേക്ക് നമുക്ക് ഒട്ടുന്ന ഇത് സ്ട്രെസ് വരികയല്ല. ഏതെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ടാകണം. ആ ഈവൻ്റ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അത് നമുക്ക് പ്രഷർ കൂടുതൽ ചെലുത്തുമ്പോഴേ ഉള്ളൂ നമുക്ക് ഇതുണ്ടാകുന്നത്. ആദ്യത്തെ തന്നെ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, എന്തൊക്കെ ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അതാണ് ആദ്യത്തെ സ്റ്റേജിൽ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡിങ് കോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നത്തെ കാര്യം, എങ്ങനെയൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഐഡന്റിഫൈങ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് എന്തൊക്കെ കാരണമാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുക. ദെൻ ഇനിഷ്യൽ അപ്രൈസർ, നിങ്ങളുടെ ഡയറക്ടറുമായിട്ട് നിങ്ങളെ ആ എഫേർട്സ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുക. സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ സിറ്റുവേഷനെ നമ്മൾ ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് മെത്തേഡ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യം ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക, നമ്മൾ തന്നെ ഇരുന്ന് റീതിങ്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം കോപ്പിംഗ് എന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോ ആക്റ്റീവ് ആൻഡ് അവോയ്ഡൻറ്റ് കോപ്പിംഗ് ഉണ്ട്. പ്രോ ആക്റ്റീവ് കോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ചെയ്യുക, നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടോട്ട് നമ്മൾ. അവോയ്ഡൻസ് വെച്ചാൽ ആ സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ അതുമായിട്ട് യാതൊരു കാരണവശാലും ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രോ ആക്റ്റീവ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് പറയാം. അതിനകത്ത് ഫസ്റ്റ് അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, കാര്യങ്ങൾ നമ്മൾ അറിയുക. ഐഡന്റിഫൈങ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്, എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിഷ്യൽ അപ്രൈസർ, അതെങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളത് നോക്കുക. ദെൻ പ്രിലിമിനറി എഫേർട്ട് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, അതുമായിട്ട് ചേരാൻ നോക്കുക. ആൻഡ് സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. നമ്മൾ ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ചല്ല. സീക്കിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് സെയിം. ദെൻ എമോഷണൽ ഫോക്കസ് കോപ്പിംഗ്, പ്രോബ്ലം കോപ്പിംഗ്. എമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് പ്രോബ്ലം ഫോക്കസ് കോപ്പിംഗ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കണ്ട ആ പ്രശ്നത്തെ മുൻനിർത്തി വൈകാരികമായിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ദെൻ പ്രോബ്ലം ഫോക്കസ്, ഒരു പ്രശ്നത്തെ നമ്മൾ നീണ്ട കാലത്ത്. ഈ എമോഷണൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ
ആ ദേഷ്യം സങ്കടമൊക്കെ ഒന്ന് മാറ്റി കയറുക, അല്ലെങ്കിൽ എമോഷൻസ് കൈകാര്യം ചെയ്യുക. പക്ഷെ ഈ പ്രോബ്ലംസ് ഫോക്കസ്ഡ് കോപ്പിംഗ് എന്ന് വെച്ചാൽ കുറച്ച് നാൾ നമ്മളിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ളതാണ്. പ്രോബ്ലം ഫോക്കസ് കോപ്പിംഗ്. എന്തൊക്കെ ടെക്നിക്സ് ആണ്, ഇതാണ് നമുക്ക് കൂടുതൽ പഠിക്കുന്നത്. എന്തൊക്കെ ടെക്നിക്സ് ആണ് നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുക? ആദ്യത്തെ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്നത് അവോയ്ഡൻസ് ആണ്. അവോയ്ഡൻസ് പറഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മൾ പോകാതിരിക്കുക, അതാണ് നമ്മൾ. ഇനി സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത് നോക്കി എങ്ങനെയൊക്കെ നമ്മൾ. ഫസ്റ്റ് വൺ റിലാക്സേഷൻ ടെക്നിക്സ്. റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ജേക്കബ്സൺ റിലാക്സേഷൻ പലർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കാം. ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൾഡ് പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്. ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ നമ്മുടെ മസിൽസ് എല്ലാം നമ്മൾ ഒന്ന് ടൈറ്റാക്കി നമ്മൾ റിലാക്സ് ചെയ്ത് പ്രോഗ്രസീവ് ആയിരിക്കണം. അതായത് നമ്മൾ കാൽപാദം മുതൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിന്ന് നമ്മളത് ഫുൾ പ്രഷർ ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണഗതിയിൽ പ്രാക്ടിക്കലിന് ഇത് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമുക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്, ചെയ്യാറുണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. റിലാക്സേഷൻ ടെക്നിക് ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ഒക്കെയാണ്. അത് പാദം മുതൽ, കാലിൻ്റെ പാദം മുതൽ ഇങ്ങനെ മുകളിലോട്ട് റിലാക്സ് പറഞ്ഞ് അതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഫുൾ നമ്മൾ ടൈറ്റാക്കി ദെൻ റിലാക്സ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ്. സെക്കൻഡ് എന്താ മെഡിറ്റേഷൻ. ഇപ്പം മെഡിറ്റേഷൻ എല്ലാം പറയും പ്രാർത്ഥനയാണെന്ന് ചോദിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോയിരുന്നു, അല്ലെ പള്ളിയിൽ പോയിരുന്നു, അല്ലെ ബൈബിൾ വായിക്കുക, അല്ലെ ഖുറാൻ വായിക്കുക. ഇതല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ മാറുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മറ്റേ ദൈവവിശ്വാസം, ദാറ്റ് ഇസ് റിലീജിയോസിറ്റിയാണ്, ദൈവവിശ്വാസമാണ്. നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക, ദൈവം അങ്ങനെ ചെയ്യുന്നത്, ഇത് ചെയ്യുക. അതൊരു റിലാക്സേഷൻ ടെക്നിക്കാണ്. പക്ഷെ മെഡിറ്റേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പത്മാസനത്തിലേക്ക് ഇരുന്ന് നമ്മുടെ ആ ഇന്നർ ഇതിനെ നമ്മൾ കാണുക, അതിനാണ് മെഡിറ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുക. സാധാരണ ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതാണോ, അല്ലെ പള്ളിയിൽ പോകുന്നതാണോ, അല്ലെ ഖുറാൻ വായിക്കുന്നതാണോ, അല്ലെ ബൈബിൾ വായിക്കുന്നതാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നാമം ജപിക്കുന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് ബേസിക് റീസൺ നമുക്ക് അതിനകത്ത് ഒരു റിലാക്സ്ഡ് മൂഡ് ഉണ്ടാകണം. പല പല മെത്തേഡ്സ് ഉണ്ട്. വിപാസന ക്രിയ എന്ന് പറയുന്നുണ്ട്, പിന്നെ ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ ഇത് നാമം ജപിക്കുന്ന മെഡിറ്റേഷൻ, അത് വേറെ മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നമ്മൾ പറയുമ്പോൾ വേറെയാണ്. അപ്പം ആദ്യത്തേത് റിലാക്സേഷൻ ടെക്നിക്സ്. റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ മനസ്സിൽ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ മെഡിറ്റേഷൻ. നെക്സ്റ്റ് വൺ യോഗ. ഈ യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ യോഗയും നല്ലതല്ല. യോഗാസനം ചെയ്യുമ്പോൾ യോഗയ്ക്ക് പറ്റി, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ചെയ്യാനല്ല നമ്മൾ യോഗ എന്ന് പറയുന്നത് മനസ്സിനെ കാം ഡൗൺ ചെയ്ത് വെക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു സാധനമാണ് യോഗ എന്ന് പറയുന്നത്. പല യോഗകളും ആൾക്കാർ ചെയ്യാറുണ്ട്. ചില യോഗകൾ ചില ആസനത്തിന് നമുക്ക് കൊള്ളില്ല. എക്സാമ്പിൾ, ഭയങ്കര ഡിപ്രസീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ പിടിച്ചിരുത്തുക. അപ്പം എല്ലാവരും പറയും അയാൾ യോഗ ചെയ്താൽ മാറുമെന്ന് പറയും. അപ്പോൾ യോഗ ചെയ്യാനായിട്ട് പത്മാസനത്തിൽ ഇരുത്തി ഒക്കെ കഴിഞ്ഞിട്ട് തോട്ട്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ചില മെത്തഡോളജി പറയും. അത് ചിലപ്പോൾ അവർക്ക് പറ്റില്ല. അപ്പോൾ യോഗ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യത്തക്കൊണ്ടുള്ള യോഗകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം പത്മാസനമുണ്ട്, വീരാസനമുണ്ട്, ദണ്ഡാസനമുണ്ട്, ചക്രാസനമുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ റിലാക്സേഷൻ ടെക്നിക്സ്, മെയിൻലി നമ്മൾ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. പിന്നെ മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിടുക. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫുള്ളാക്കുക. നമ്മുടെ പോസിറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക.
കൺട്രോൾ ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പിന്നെ ബയോഫീഡ്ബാക്ക് എന്നൊരു ടെക്നിക്കാണ് സാർ. നമ്മൾ ബയോഫീഡ്ബാക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ സമയത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മിപ്പിച്ചിട്ട് പിന്നെ അത് കാണിക്കുക, എന്നിട്ട് ഈ സമയത്ത് ഇങ്ങനെ പെരുമാറണം, ബാക്കിയുള്ളതൊക്കെ ചെയ്ത് എന്നെ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യാം. അപ്പം അത് ബയോഫീഡ്ബാക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് റിസർച്ച്, കോഗ്നിഷൻ നമ്മുടെ പെർസെപ്ഷൻ നമ്മൾ മാറ്റുക. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കാണുമ്പോൾ അതിൻ്റെ പെർസെപ്ഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അടുക്കുക, എന്നിട്ട് നമ്മുടെ കാഴ്ചയുടെ ആയുധം മാറ്റുക, നമ്മുടെ തിങ്കിങ് മാറ്റുക. അതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. Then time management. Next is very, very important is time management. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ടൈം ബഡ്ജറ്റിംഗ് ആണ്. ടൈം മാനേജ്മെന്റ് പറഞ്ഞാൽ ഞാനിപ്പോഴും പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ടൈം ബഡ്ജറ്റിംഗ്. ഇപ്പം ടൈം ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം മാനേജ് ചെയ്ത് 24 മണിക്കൂറിന് നമ്മൾ എന്തൊക്കെ എത്ര മണിക്കൂർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുക. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈം മാനേജ് എന്ന് പറയുന്നത് ടൈമിനെ എങ്ങനെ നമ്മൾ മാനേജ്. ഫസ്റ്റ് വൺ യു സെറ്റ് യുവർ ബയോളജിക്കൽ ക്ലോക്ക്. ഈ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ 2 ആഴ്ച നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ രാവിലെ എനിക്ക് 5 മണിക്ക് എഴുന്നേക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഞാൻ തന്നെ എന്നോട് പറയുന്ന രാവിലെ 5 മണിക്ക് എന്ന് പറഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സംഗതി പതുക്കെ എനർജി ഒന്ന് തുടങ്ങും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക. കാരണം നമ്മൾ ഇത്ര മണിക്ക് എഴുന്നേക്കാം, നമ്മൾ 6 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനകത്ത് കിട്ടുക. ബ്രെയിൻ അത് ഫീഡ് ചെയ്ത് 5 മണിക്ക് എഴുന്നേക്കും. പിന്നെ കിടക്കാനുള്ള സമയം ഞാനൊരു 8 മണിക്ക് കിടക്കും, അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 10 മണിക്ക് കിടക്കും. അപ്പം നമ്മൾ 10 to 5 or 10 to 6 നമ്മൾ കിടക്കും. അപ്പം നമ്മുടെ ബ്രെയിനെ നമ്മളത് ചെയ്യുക. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും, ഇത്ര മണിവരെ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇത്ര മണിവരെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഒരിടത്ത് പോകാനായിട്ട് ഇത്ര സമയം എടുക്കും, അതിന് ബ്ലോക്ക് ഉണ്ടാകും, ഇത്ര നേരത്തെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം ഡെയിലി ഹാസിൽസിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൈം ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 രൂപ നമ്മൾ വീട്ടിലെത്തിയാൽ ആ 100 രൂപയും ചിലവാക്കാൻ നമ്മൾ 100 രൂപയും ചിലവാക്കിയിട്ട് 10 രൂപ കടം വാങ്ങിക്കാം. 100 രൂപയും സേവിക്കാം, എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാം. അല്ലെങ്കിൽ 90 രൂപ സേവ് ചെയ്ത് വെക്കാം, 10 രൂപ ചിലവാക്കാം. അതേസമയം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ചിലവാക്കുന്നതിൻ്റെ ഏറ്റവും നല്ലത് വേണ്ട കാര്യങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുള്ളതിന് നമ്മൾ മാറ്റി വെക്കുക. ദാറ്റ് ഈസ് കോൾഡ് ദ ടൈം മാനേജ്മെന്റ്. അപ്പം ഇതിനകത്ത് ടൈം മാനേജ്മെന്റ് കുറേ കാര്യം പ്രയോറിറ്റി ലിസ്റ്റ് എഴുതാം. ഒരു 10 കാര്യം ചെയ്യാനുണ്ട്. 10 കാര്യം ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ ആ 10 കാര്യത്തിൻ്റെ പേര് എഴുതി വെക്കും. എന്നിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അത് വീണ്ടും സെർച്ച് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതും. അവസാനം അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതിന് നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കും. അതാണ് ടൈം മാനേജ്മെന്റ്. അത് ഒന്ന് എഴുന്നേക്കുന്ന സംഗതി, ഒന്ന് കിടക്കുന്ന സംഗതി, ഓരോ കാര്യങ്ങൾക്ക് എത്ര സമയത്ത് ചെയ്യണം. ഒരു ഉദാഹരണം ടൈം മാനേജ് വേറൊരു സംഗതി കൂടെയുണ്ട്. ഇപ്പോൾ എനിക്ക് 9 മണിക്ക് ഓഫീസിൽ പോകണം. 9 മണിക്ക് ഓഫീസിൽ പോകാനായിട്ട് ഞാൻ റെഡിയാകുന്നത് കഴിഞ്ഞാൽ എൻ്റെ ധാരണ ഒരു അരമണിക്കൂറുണ്ട് ഓഫീസിലെത്താം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം അരമണിക്കൂറിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ചില ദിവസം നമ്മൾ മനസ്സിലാക്കണം വഴി ബ്ലോക്ക് ആകാം, ചിലപ്പം ആ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആ 10 മിനിറ്റും കൂടെ നമ്മൾ ഏതാണോ അതിന് മുമ്പുള്ള സംഗതി അതിന് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എഴുന്നേക്കേണ്ട സംഗതിയാണോ, എന്ത് ചെയ്യേണ്ടതാണോ, ബാക്കിയുള്ള സംഗതിയാണോ, എല്ലാം ചെയ്യണം. ഇപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് 9:30 ഞാൻ ഓഫീസിൽ ഇറങ്ങിയാൽ 9:30 ഓഫീസിൽ എത്തുമെന്നിരിക്കട്ടെ, ഞാൻ അത് കണ്ടുകൊണ്ടല്ല, ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ 9:15 ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് സമയം സേവിക്കുന്നത് മാത്രമല്ല, സമയം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ആ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ടൈം മാനേജ്മെന്റ്. യൂട്ടിലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ബയോളജി ക്ലോക്ക് സെറ്റ് ചെയ്യുക. അതായത് തലച്ചോറിനകത്തുള്ള ആ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്യുക.
എഴുന്നേക്കുന്നതും കിടക്കുന്നതും സമയം നമ്മൾ ആദ്യം തീരുമാനം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിക്കുകയും ടൈം മാനേജ്മെൻറ്റ് പഠിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇന്ന് കേരളത്തിലല്ല, ഭാരതത്തിലെ ലോകത്ത് മുഴുവൻ മനസ്സിലാക്കുന്ന സംഗതി ഒബിസിറ്റിയാണ്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ വണ്ണം കൂടുക. ഈ വണ്ണം കൂടുന്നത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ണം വെക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഒന്ന് നമ്മൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാകുന്നു, ശരീരത്തിന് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ ഫുഡ് പിന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് നടക്കുന്ന ഒരു പ്രശ്നം. അപ്പം ഫുഡ് എന്ന് പറയുന്നത്, ഫുഡ് എന്ന് വെച്ചാൽ ആഹാരം, കഴിക്കുന്ന ആഹാരം. ഡയറ്റ് എന്ന് പറയുന്നത്, ഫുഡും ഡയറ്റും എന്ന് പറയുന്നത് എന്താ വ്യത്യാസം എന്ന് ചോദിക്കും. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധനം, ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളെ റെസ്ട്രിക്റ്റായിട്ട് നമ്മൾ ആലോചിച്ച് നമ്മൾ ഡയറ്റിങ് ചെയ്യാന്ന് പറയും. നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കഴിക്കുക. പിന്നെ ഒബിസിറ്റി, വണ്ണം കൂടുക. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സംഗതി? അപ്പോൾ ശരീരത്തിന് നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ ഹെൽത്തി ബോഡിയിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് ഒരു പരിധി വരെ കൂടിക്കഴിഞ്ഞാൽ വണ്ണം വെക്കും. എക്സാമ്പിൾ, നമ്മൾ കണ്ടമാനം ചോറ് കഴിക്കുക, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുന്നത്. കഞ്ഞിവെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ ധരിക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടും. ഇല്ല ലിപ്പിഡ്സ്, നമ്മുടെ ലിവറിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ ലിപ്പിഡ്സ് പറയുന്നത്. കൊഴുപ്പുകളും കൊഴുപ്പ് ദ്രാവകങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും ഒക്കെ വളരെ കൂടുതലാണ് നമുക്ക് വരുന്നത്. ലിപ്പിഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്തത് കൂടുതൽ കഴിക്കുന്നുണ്ട്, ഇറച്ചികൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, എണ്ണ ഉപയോഗിച്ച് പലത് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വേറെ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കഴിക്കും. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കൂട്ടാനായിട്ട് എന്തെങ്കിലും നമ്മൾ കഴിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരു പരിധി വരെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൽനെസ് വരുന്നത്. ഒന്ന്, കാർബോഹൈഡ്രേറ്റ്സ് ബിലോ ലെവലാകുക, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആകുക. ഓവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ണമൊക്കെ വെക്കും, ബിലോ ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചു പോകും. ലിപ്പിഡ്സും നമ്മുടെ ലിവറുമായിട്ട് സംബന്ധിച്ച് കൊഴുപ്പുകൾ നമ്മൾ വരും. ഇപ്പോൾ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും കൊഴുപ്പുകൾ വരുന്നുള്ളതാണ്. അപ്പം അത് ആവശ്യമില്ല കഴിച്ചാൽ ഹൈ ചാൻസും കൊളസ്ട്രോൾ ഡെവലപ്പ് ചെയ്യും, നമ്മൾ വണ്ണം വെക്കും, നമ്മുടെ ലിവറിന് പ്രശ്നം ഉണ്ടാക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. സോ അതുകൊണ്ട് അടുത്ത സംഗതി നമ്മുടെ ശരീരത്തിൽ നോക്കുന്നത് ദാറ്റ് ഇസ് ലിപ്പിഡ്സ്, കരളിനെയൊക്കെ സംബന്ധിച്ച്. ദെൻ പ്രോട്ടീൻസ്. പല പ്രോട്ടീൻസ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. ചില പ്രോട്ടീൻസ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി വരും, ചിലത് കുറഞ്ഞ പ്രശ്നം, ചിലത് കൂടിയ പ്രശ്നം. പിന്നെ വൈറ്റാമിൻസ്, എക്സാമ്പിൾ വൈറ്റാമിൻസ് ഞാൻ പറയും വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി പെട്ടെന്ന് വളരെ ആൾക്കാർക്കും കുറയുന്ന കാണാറുണ്ട്. ദെൻ മിനറൽസ്, ഷിങ്ക്, അയൺ തുടങ്ങിയ മിനറൽസ്. അപ്പം ഫിസിക്കൽ ഇൽനെസ്സിനകത്ത് നമുക്ക് ആദ്യം ഫുഡുണ്ട്. ഫുഡ് നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് കൂടിയാണ്, ലിപ്പിഡ്സ് ഉള്ളത്, പ്രോട്ടീൻസ് ഉള്ള, വൈറ്റമിൻസ് ഉള്ള, മിനറൽസ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ഫുഡ് കഴിക്കാൻ ഈ എല്ലാവർക്കും ഇങ്ങനെ കണ്ടമാനം ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നാറില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയ കാരണം ഡിറ്റർമിനൻസ് ഓഫ് ഒന്ന് ഇൻബോൺ പ്രോസസ്സാണ്. ഇൻബോൺ പ്രോസസ്സ് വെച്ചാൽ നമ്മൾ തലച്ചോറിനകത്ത് ചില ആഹാര കാര്യങ്ങളോട് നമുക്ക് താല്പര്യം ഉണ്ടാക്കാം. അതാണ് ഇൻബോൺ പ്രോസസ്സ്. ദെൻ എൻവയോൺമെന്റ് എഫക്ട്, ചുറ്റുപാടുകളിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എടുക്കാനുള്ള പ്രവണത ഭയങ്കരമായിട്ട് കൂടുതൽ വരും, ചില സാഹചര്യങ്ങൾ. അപ്പം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ. അപ്പം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം ഇതെടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതാണ്. ചിലപ്പോൾ നല്ലൊരു എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് നമുക്ക് കൂടുതൽ കഴിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ചില മോശമായത് നമുക്ക് കഴിക്കാൻ തോന്നുകയില്ല. അപ്പോൾ ഇതിനെന്താ ചെയ്ത് എബിലിറ്റി ടു മാനേജ് ആൻഡ് കൺട്രോൾ വൺസ് ഫുഡ്, ഡൈയിങ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാനേജ് കൺട്രോൾ ഫുഡ്, ബൈയിങ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഫുഡ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്.
ഇങ്ങനെ വാങ്ങുന്നു എന്നുള്ളത്. ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അവൈലബിലിറ്റി കൂടുതലാണ്. ഏത് പാതിരാത്രിയിലും ഏത് സമയത്തും നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒബിസിറ്റി കൂടും. ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്? നമ്പർ 1, പിക്കം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ തീരെ കഴിക്കാതിരിക്കുന്നതാകാം. ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ, ഇപ്പം തലമുടിയൊക്കെ പോലെ നമ്മൾ എടുത്തിട്ട് തലമുടിയൊക്കെ എടുത്ത് കഴിക്കുക, ചിലപ്പോൾ വായിലിട്ടിരിക്കുക, ചിലപ്പോൾ പിരിച്ചെടുത്തിട്ട് തലമുടി എടുത്തിട്ട് കഴിക്കുക. പിക്കാം. റൊമിനേഷൻ ഡിസോർഡർ. റൊമിനേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും തിരിച്ചെടുത്ത് ചവച്ച് ഇറക്കുക. അതായത് നമ്മൾ വയറ്റിൽ ചെന്ന സാധനങ്ങൾ നമ്മൾ തികട്ടി, അതായത് നമ്മൾ മൃഗങ്ങളൊക്കെ അയവിറക്കയില്ലേ, അയവിറക്കുന്ന പോലെ ചെയ്യാം. ആദ്യത്തേന് പിക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മുടി പോലുള്ള കാര്യങ്ങൾ, അത് ഒരു ഗുണമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക. അത് മിക്കവാറും സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാന്ന് വെച്ചാൽ ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ തലമുടിയൊക്കെ എടുത്തിട്ട് കഴിക്കുക, അത് വയറ്റിൽ ചെല്ലുക, അത് പ്രശ്നങ്ങളുണ്ടാക്കാം. റൊമിനേഷൻ ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മൾ വയറ്റിൽ പോയ സംഗതികൾ തിരിച്ച് നമ്മൾ വിളിക്കുക. അതായത് നമ്മൾ മൃഗങ്ങളൊക്കെ അയവിറക്കുന്ന പോലെ നമ്മൾ ഈ സാധനം തിരിച്ച് വിളിച്ച് നമ്മൾ അയവിറക്കുന്നതിനാണ് നമ്മൾ റൊമിനേഷൻ ഡിസോർഡർ. അവോയ്ഡൻസ് ആൻഡ് ഡിസ്ക്രീവ് ഫുഡ് ഇൻടേക്കിംഗ്. ഇത് ഡിസോർഡറിലുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ചില ഫുഡുകൾ കഴിക്കുകയില്ല, ഞാൻ മധുരം ഒന്നും കഴിക്കുകയില്ല, ദോഷമൊന്നുമല്ല, ഞാൻ ചോറുണ്ണുകയില്ല, ഞാൻ ചപ്പാത്തി മാത്രമേ കഴിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ആഹാരമൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരു നേരം ആഹാരം കഴിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെയാണ് അവോയ്ഡിങ് ഓർ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. പിന്നെ അനോറക്സിയ നെർവസ. ശ്രദ്ധിക്കുക, വണ്ണം കൂടുമെന്ന് വെച്ചിട്ടുള്ള ഒരിതാണ് അനോറക്സിയ നെർവസ. നമ്മൾ ശ്രദ്ധിച്ച് കളയുക. നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ എനിക്ക് അസുഖം വരും എന്ന് പറഞ്ഞിട്ട് അത് വായിൽ കൈയിട്ട് നമ്മൾ കളയുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കളയുക, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ കളയുക. ദാറ്റ് ഈസ് കോൾഡ് അനോറക്സിയ നെർവസ. ബുലിമിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ ആഹാരം കഴിക്കുക, ചിലപ്പോൾ കഴിക്കാതെ ഇരിക്കുക. ദെൻ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഡിപ്രഷനൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ പോയിരുന്നിട്ട് ചുമ്മാ ആഹാരം കഴിക്കുക. ഡിപ്രഷൻ അറിയില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഒരു സാധനം അവിടെ വെച്ച് നമ്മൾ കഴിച്ച് പിന്നെയും കഴിച്ചിരിക്കും. ഇപ്പം എനിക്ക് ഒരു പേഷ്യൻ്റ് ബിഞ്ച് ഈറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരുമ്പോഴത്തേക്കൊക്കെ കുറച്ച് കഴിക്കും. വണ്ണം വെക്കരുതെന്നൊക്കെ നല്ല ബോധമുണ്ട്, വണ്ണം വെക്കരുത് ബാക്കിയുള്ളതൊക്കെ. പക്ഷേ ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കും. അപ്പം ഇത്രയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, മുടി പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക. റിമിറ്റേഷൻ ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മൾ വയറ്റിൽ നിന്ന് തികട്ടിയെടുത്ത് നമ്മൾ മുകളിലേക്ക് എടുത്ത് പശു മാടുമൊക്കെ ചവയ്ക്കുന്ന പോലെ നമ്മൾ ചവയ്ക്കുക, എന്നിട്ട് ഇറക്കുക. അത് ഒരു ദിവസം തന്നെ കൊല്ല പ്രാവശ്യങ്ങളിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ച 1-2 പ്രാവശ്യം ചെയ്യാം. അങ്ങനെയുള്ള ഉണ്ടാക്കാം. അവോയ്ഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. അവോയ്ഡ് ചെയ്യുക, വണ്ണം വെക്കുന്ന വെച്ചാൽ അവോയ്ഡ് ചെയ്യുക, കഴിക്കരുത്. റെസ്ട്രിക്റ്റീവ് ആൻഡ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ വലിക്കുകയും കഴിക്കില്ല. അനോറക്സിയ നെർവസ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്ത് ശ്രദ്ധിച്ച് കളയുക. ദെൻ അനോറക്സിയ നെർവസ. അപ്പം നമുക്ക് പഠിക്കേണ്ട ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പഠിക്കേണ്ട പിക്കാസ, റുമിനേഷൻ ഡിസോർഡർ, അവോയ്ഡ് റെസ്ട്രിക്റ്റീവ്, അനോറക്സിയ നെർവസ നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടുമെന്ന് വെച്ചിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഒക്കെ ചെയ്യും, കൈയിട്ട് വോമിറ്റ് ചെയ്യും. മറ്റേ ബുലിമിയ എന്ന് പറയുമ്പോൾ
ബിക്കോസ് അത് ചില ആഹാരങ്ങൾ കഴിക്കുകയില്ല, അല്ലെങ്കിൽ കഴിച്ചിട്ട് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ചെയ്യും. ബിഞ്ച് ഈറ്റിംഗ് എന്ന് വെച്ചാൽ ഡിപ്രഷനൊക്കെ വരുമ്പോൾ കൂടുതൽ സാധനങ്ങൾ എടുത്ത് കഴിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു സെക്ഷുവൽ ഹെൽത്ത്. ആദ്യത്തെ നമുക്ക് സെക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്ത. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഫുഡ് ഈറ്റിങ്ങിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ ഫുഡ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട്, ഇത് കഴിക്കുന്നതുകൊണ്ടും നമ്മുടെ ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും, വണ്ണം കൂടുന്നതുകൊണ്ടും വണ്ണം കുറയുന്നതും എല്ലാം നമ്മുടെ ഈ ആഹാരത്തിനുള്ള പ്രശ്നങ്ങളായിട്ട് വരും. നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അതായത് നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഹെൽത്ത് റിലേറ്റഡ് സെക്സിനകത്ത് ഉണ്ടാകുക, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ പകരും, അത് കൂടുതലും ഉണ്ടാകുന്നത് അൺഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് കൊണ്ടാണ്. അത് ആരോഗ്യകരമല്ലാത്ത നമ്മൾ സെക്ഷലി ബന്ധപ്പെടുന്നത് കൊണ്ടാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുക. പിന്നെ അടുത്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. അപ്പോൾ HIV നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇത് കാരണം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കൂടുതലും. പിന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊണ്ട് സെക്സ് റിലേഷൻ കൊണ്ട് ഉണ്ടാകുകയില്ല, അൺഹെൽത്തി സെക്സ് റിലേഷൻ, അത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്ഷൻ അല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ സെക്സ് ചെയ്യാം, ഇതിനകത്ത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അൺഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് കൊണ്ട് പലരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ രോഗമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ഇവിടെ രോഗമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായ HIV പകരാറില്ല. പിന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത് പലപ്പോഴും നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാരണം ഉണ്ടാകാവുന്ന ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. ദെൻ ഇത് എന്തുകൊണ്ടുണ്ടാക്കാം, ബട്ട് ആർ ദ ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് സെക്ഷൽ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകുക? ദ മെഡിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസ് മെഡിക്കൽ. കാരണം ചില കാര്യങ്ങൾ, ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് സെക്ഷൽ പ്രോബ്ലംസ് നമുക്ക് കുറയാം. ചിലർക്ക് ലിബിഡോ കൂടാം, ചിലർക്ക് ലിബിഡോ കുറയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം കുറേ എറക്റ്റൈൽ പ്രോബ്ലം ഉണ്ടാകും. ചില മെഡിസിൻസ് കഴിച്ച് എറക്ഷൻ ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, ചിലപ്പോൾ എറക്ഷൻ ഉണ്ടാകാൻ താമസം വരാം, അത് കഴിഞ്ഞ് ഉണ്ടായി ചിലപ്പോൾ കുറേ നേരത്തേക്ക് നിൽക്കാം. പിന്നെ ശാരീരികമായ ഓവർ വെയിറ്റ് ചിലപ്പോൾ സെക്ഷൽ പ്രശ്നം ഉണ്ടാക്കാം, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകാം, നമ്മൾ സെക്സ് ചെയ്യാൻ നമുക്ക് പറ്റാതെ ഇരിക്കാം. അപ്പം ചില മെഡിസിൻസ് കൊണ്ട്, പിന്നെ തെറ്റായ ധാരണകൾ ധാരാളം മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. സെക്സിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളുണ്ട്. ആ സെക്സിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും നമുക്ക് മെഡിസിൻ കഴിക്കാനും ബന്ധപ്പെടാനും ഒക്കെയുള്ള തെറ്റായ പ്രവണതകളുണ്ടാകാം. പിന്നെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മൾ ന്യൂറോളജിക്കൽ എന്തെങ്കിലും ഞരമ്പിൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിനുള്ള പ്രശ്നങ്ങളാകാം. മിസ്തീനിയ ഗ്രാവിസ് പോലുള്ള ഞരമ്പിനുണ്ടായ പ്രശ്നങ്ങളാകാം. ചിലപ്പം സെക്ഷൽ ആ പ്രത്യേക ഏരിയയിലുള്ള ഇതാകാം. പിന്നെ വണ്ണം കൊണ്ടാകാം. പിന്നെ ഫിസിക്കൽ ബാക്കി മറ്റ് പ്രോബ്ലങ്ങൾ. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടർ, കൂടുതൽ ആങ്സൈറ്റി. ഇതിന് നമ്മളെപ്പോഴും പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലം, കൂടുതലും പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും. അതായത് സെക്സിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും അതിനെക്കുറിച്ചുള്ള പേടിയും. അതുകൊണ്ട് സാധാരണഗതിയിൽ പെൺകുട്ടികൾക്കുണ്ടാകും വിജിനസ്നെസ് ഒക്കെ ഉണ്ടാകും. സെക്സ് ആങ്സൈറ്റി കൂടുമ്പോൾ റിലേഷൻഷിപ്പ് പറ്റാതെ വരാം. ആണുങ്ങൾക്ക് ആങ്സൈറ്റി പെർഫോം ശരിയാകൂ ഇല്ലയോ എന്നുള്ള തോന്നൽ കൊണ്ട് ഉണ്ടാകുന്നതാകാം. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വന്ന് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അത് നമ്മൾ സെക്സ് ചെയ്യുമ്പം റെസ്ട്രിക്ഷൻസ് ചെയ്യുക, കാരണം എന്നിട്ട് പ്രൊട്ടക്ഷൻസ് എടുക്കാം. HIV അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, നമുക്ക് ഇൻഫെക്ഷൻ വരാതെ നമുക്ക് നോക്കാം. ഇത് മെഡിക്കൽ കണ്ടീഷൻ, ആ മെഡിസിൻസ് നമുക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിനെ ഓവർകം ചെയ്യാനാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് കൗൺസിലിംഗ് കൊണ്ടും കാര്യങ്ങളും മനസ്സിലാക്കി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അത് മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ, അവർ തമ്മിൽ ആങ്കർ ഉണ്ടാകുന്ന സമയത്ത്, അവർ തമ്മിൽ ഉള്ള തോട്ട്സ് പ്രോസസ്സിങ്ങിനകത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് സെക്സ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തൊക്കെയാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്? ഒന്ന് എറക്റ്റൈൽ ഡിസോർഡർ. എറക്റ്റൈൽ സാധാരണ ആണുങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് സെക്ഷൽ എറക്ഷൻസ് ഉണ്ടാകാതിരിക്കും. 2-3 രീതിയിൽ സെക്ഷൽ എറക്ഷൻസ് പ്രശ്നമുണ്ട്. ഒന്ന്, ചില മെഡിസിൻസ് എറക്ഷൻ ഉണ്ടാക്കാതിരിക്കുക, ഉത്തേജനം ഉണ്ടാകാതിരിക്കുക. അതായത് ബന്ധപ്പെടുന്ന നേരത്ത് നമ്മുടെ ലൈംഗിക അവയവം ഉയർച്ച ഉണ്ടാകാതിരിക്കുക, ഇത് എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുക.
അത് 2-3 കാരണങ്ങൾ. ഒന്ന്, ആ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം കൊണ്ട് നമുക്ക് എറക്ഷൻ ഉണ്ടാകാതിരിക്കാം. അതല്ലെങ്കിൽ ചില മെഡിസിൻസ് എറക്ഷൻ ഉണ്ടായിരിക്കാം. ആങ്സൈറ്റി പോലുള്ള രോഗങ്ങൾ എറക്ഷൻ ഉണ്ടാകാതിരിക്കാം. അതാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. പിന്നെ ഫീമെയിൽ ഓർഗാസമിക് ഡിസോർഡർ. ഫീമെയിൽ ഓർഗാസമിക് ഡിസോർഡർ എന്ന് വെച്ചാൽ ഓർഗാസം ഉണ്ടാകാതിരിക്കുക. അതായത് ആ ബന്ധപ്പെടുന്ന സമയത്ത് പരിപൂർണമായ ആത്മസംതൃപ്തി ഉണ്ടാകാതിരിക്കുക. ആത്മസംതൃപ്തി ആ ഒരു നമ്മുടെ ആ ചെയ്തതായ ബന്ധപ്പെടൽ അത് നമ്മൾ അതിനെ ഒരു സന്തോഷം ഉണ്ടാകുന്നതാണ്, ഓർഗാസം ഉണ്ടാകാം. പല പെൺകുട്ടികൾക്കും ഓർഗാസം എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട്, അത് സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ല, അത് സെക്സിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. എന്താണ് ഓർഗാസം എന്ന് അറിയില്ലാത്തതുകൊണ്ട് എങ്ങനെയാണത് ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ തലം എന്നറിയാൻ പറ്റുന്നില്ല. ശരിക്കും ആണുങ്ങളാണെങ്കിൽ ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സെമൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഓർഗാസം ഉണ്ടായി എന്ന് പറയും. പക്ഷേ ഓർഗാസവും ഇജാക്കുലേഷനും ഒരേ സമയത്ത് നടക്കണമെന്ന് നിർബന്ധമില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൾട്ടിപ്പിൾ ഓർഗാസമിക് എഫക്റ്റ് ആണ്, പല പ്രാവശ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അത് വന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ വരുന്നതാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാകാത്ത 10% ഫീമെയിൽസ് ഉണ്ട്, പെൺകുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഓർഗാസം ഉണ്ടാകാതിരിക്കുക, അത് പെൺകുട്ടികളുള്ളത് ഫീമെയിൽ ഓർഗാസമിക് ഡിസോർഡർ. ഡിലേഡ് ഇജാക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം ഇജാക്കുലേഷൻ ഉണ്ടാകാൻ വളരെ താമസം ഉണ്ടാകുക. അതുപോലെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എയർലി ഇജാക്കുലേഷൻ. അപ്പൊ ഒന്ന് ഡിലേ, ഒന്ന് എയർലി. അതായത് സെക്സ് ബന്ധപ്പെടാൻ ആലോചിക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ, അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പോകുന്നതുകൊണ്ട്, ചിലപ്പോൾ പെനിട്രേറ്റ് ചെയ്യുന്ന, അതായത് ബന്ധപ്പെടുന്ന സമയത്ത് അവർ തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങും, യഥാർത്ഥത്തിലുള്ള പെനിട്രേറ്റ് ചെയ്യുക, അതായത് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് പുരുഷന്റെ ലൈംഗിക അവയവം കയറുന്ന സമയത്തേക്ക് ചിലപ്പം പോകുന്നതാകാം. അതായത് എയർലി ഇജാക്കുലേഷൻ. അല്ല, തുടങ്ങുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഉണ്ട് എയർലി ഇജാക്കുലേഷൻ. പിന്നെ ജെനിറ്റോ പെൽവിക് പെയിൻ, പെനിട്രേഷൻ ഡിസോർഡർ എന്നാണ് അതിന് പറയുന്നത്. അതായത് പുരുഷന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് കയറുന്ന സമയത്തുണ്ടാകുന്ന പേടി, അത് പല കാരണങ്ങളെ കൊണ്ടാകാം. വിജനസ് മസിൽ ഉണ്ടാകും, ആ മസിൽ റിലാക്സ് ചെയ്യാത്ത കൊണ്ടുണ്ടാകാം. അപ്പം അതിന് മെഡിസിനുള്ള, അല്ലെങ്കിൽ നമുക്ക് തെറപ്പറ്റിക് വേയിൽ അതിനെ അതിജീവിക്കാൻ കഴിയാം. അല്ലെങ്കിൽ പേടി കൊണ്ടാകാം, തെറ്റായ ധാരണകൾ കൊണ്ടാകാം. അപ്പം അത് സൈക്കോളജിക്കലാണോ അതല്ലെങ്കിൽ ഫിസിയോളജിക്കലാണോ? ചിലപ്പം വൈജീനയ്ക്ക്, അതായത് സ്ത്രീയിലെ ലൈംഗിക അവയവത്തിന് യഥാർത്ഥത്തിൽ വലിപ്പം ഉണ്ടാകാതിരിക്കുന്നതാകാം. ചിലപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡിസോർഡർ, അത് നമുക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അടുത്തുണ്ടാകുന്നതാണ് ജെനിറ്റോ പെൽവിക് പെയിൻ ആൻഡ് പെനിട്രേഷൻ ഡിസോർഡർ. ദെൻ സബ്സ്റ്റൻസ് മെഡിക്കേഷൻ ഇൻഡ്യൂസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അത് എന്തെങ്കിലും മരുന്ന് കഴിക്കുക, അത് എല്ലാവരും തന്നെ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ. മദ്യപാനം സെക്ഷൽ ഡിസ്ഫങ്ഷൻ, സെക്ഷൽ ഊർജ്ജമുണ്ടാക്കുന്നതാണ്, പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴേക്കും നെഗറ്റീവാണ്. പിന്നെ സബ്സ്റ്റൻസ് ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് കൊണ്ട് ചില ഭാര്യയ്ക്ക് താല്പര്യമുണ്ടാകാതിരിക്കാം. സിഗരറ്റിൻ്റെ സ്മെല്ല് ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല. കണ്ടമാനം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകാം. പിന്നെ ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എറക്ഷൻസ് ഉണ്ടാകാതിരിക്കാം. അപ്പം സബ്സ്റ്റൻസ് അബ്യൂസ്, കഞ്ചാവ് പോലുള്ളത്, മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടും. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന, നേഴ്സിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നേഴ്സ് കിട്ടാതെ വരുമ്പോൾ അവരവരുടെ ലൈംഗിക അവയവത്തിൽ തന്നെ നേഴ്സ് കണ്ടുപിടിച്ച് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ നേഴ്സ് തന്നെ നഷ്ടപ്പെട്ടു. അപ്പം സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാകാം, തെറ്റായി ഉപയോഗിക്കുന്ന രീതിയാകാം. പിന്നെ ചില മെഡിസിൻസ് നമുക്ക് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. അപ്പം ഇതാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൽ ഡിസ്ഫങ്ഷനകത്തുള്ളത്. എറക്ടൈൽ ഡിസോർഡർ, എറക്ഷൻ ഉണ്ടാകാതിരിക്കുക. ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ, അവർക്ക് പെൺകുട്ടികൾക്ക് ഓർഗാസം അല്ലെങ്കിൽ പരിപൂർണമായ സംതൃപ്തി ലൈംഗിക ബന്ധത്തിൽ നിന്ന് കിട്ടാതെ വരിക. പുരുഷന് ഡിലേഡ് ആയിട്ടുള്ള ഇജാക്കുലേഷൻ, വളരെ താമസിച്ച് സെക്ഷൽ ബന്ധപ്പെടുമ്പോൾ സെമൻ പോകുന്ന, അതേ ശുക്ലം പോകുന്ന ഇതാകാം. എയർലി പെട്ടെന്ന് പോകുന്ന കാര്യങ്ങളാകാം. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇന്റർകോഴ്സ് ബന്ധപ്പെടുന്ന സമയത്ത് യോനിയിലുണ്ടാകുന്ന, സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിലുണ്ടാകുന്ന വേദനകളാകാം. അല്ലെങ്കിൽ അത് ശരിക്ക് കയറാൻ പറ്റാത്ത കാര്യങ്ങളാകാം. ഇത് പല കാര്യങ്ങളായി നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടാക്കാം.
ഇതാണ് സാധാരണ ഈ സെക്ഷൽ അബ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ, ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് അത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായി ആവശ്യത്തിന് വേണം. ലിപ്പിഡ്സ്, നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നമ്മൾ LFT ഒക്കെ നമ്മൾ നോക്കുന്നത് കൊഴുപ്പുകൾ ആവശ്യത്തിന് വേണം. കൂടിക്കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാകും, മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഇതിന് പ്രോപ്പർ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ലിപ്പിഡ്സ്, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ കൂടുക. പിന്നെ പ്രോട്ടീൻസിന് ആവശ്യത്തിന് വരിക. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. വൈറ്റമിൻസ്, വൈറ്റമിൻ A, വൈറ്റമിൻ E, വൈറ്റമിൻ D ഇതൊക്കെ നോക്കിയാൽ. പിന്നെ മിനറൽസ് സിങ്ക്, അയൺ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ ഫുഡിനകത്ത് വേണം. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ദെൻ എന്താണ് ഫുഡ് കഴിക്കാനുള്ള ആവശ്യം? ഒന്ന് ഇൻബോൺ, നമ്മുടെ തലച്ചോറ് ജനിക്കുമ്പോൾ തന്നെ ചില ഫുഡിനോട് താല്പര്യം ഉണ്ടാകുന്നു. ആ ഫുഡ് നമ്മൾ കഴിക്കാൻ കൂടുതൽ വരും. ചില ഫുഡ് കഴിക്കുന്ന സമയത്ത് തലച്ചോറിന് ഉത്തേജനം, അത് ജന്മന ഉള്ള ചില പ്രശ്നങ്ങളാണ്. പിന്നെ എൻവയോൺമെന്റ് ഫാക്ടർ, ചുറ്റുപാടുകളുള്ള സംഗതികൾ. പിന്നെ എബിലിറ്റി ടു മാനേജ് കൺട്രോൾ വൺസ് ഫുഡ് ബൈയിങ് ആൻഡ് ഈറ്റിംഗ്, വാങ്ങിച്ച് കഴിക്കാനുള്ള, ചിലർക്ക് കൺട്രോൾ ചെയ്യില്ല, കണ്ടു കഴിഞ്ഞാൽ എന്തും വാങ്ങിച്ച് കഴിക്കണം, അങ്ങനെയുള്ളത് വരിക. ചില പ്രത്യേക ഫുഡിനോട് കൂടുതൽ താല്പര്യം തോന്നുക. ദെൻ ഈറ്റിംഗ് ഡിസോർഡർ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക. റുമിനേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൃഗങ്ങളൊക്കെ പോലെ നമ്മൾ അയവിറക്കി നമ്മൾ കഴിക്കുന്ന സ്വഭാവങ്ങൾ, കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ വയറ്റിൽ കിടക്കുന്ന ആഹാരങ്ങൾ ഇങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ചവയ്ക്കുന്ന സ്വഭാവങ്ങളുണ്ടാകാം. പിന്നെ ചില ഫുഡുകൾ അവോയ്ഡൻസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ഡിസോർഡർ, ചില ഫുഡുകൾ കഴിക്കാതെ വരിക, ചില ഫുഡുകൾ കൂടുതൽ കഴിക്കുക, ചിലത് തീരെ കഴിക്കാതെ വരിക. അങ്ങനെ ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കളയുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അൺറോക്സ, നമ്മൾ വെയിറ്റ് കൂടുമെന്ന് വെച്ചുകൊണ്ട് ഫുഡിനോടുള്ള അലർജി, കഴിക്കാനായിട്ടുള്ള മടി. ദെൻ ബുലിമിയ നെർവോസ, കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് താല്പര്യം കാണിക്കുകയില്ല, അല്ലെങ്കിൽ കൂടുതൽ കഴിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ വായി കൈയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കളയുക. ആഹാരം കൂടുതൽ കഴിച്ചിട്ട് കയ്യിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയുക, കാരണം വണ്ണം കൂടുതൽ വെച്ചുകൊണ്ട്. ദാറ്റ് ബുലിമിയ നെർവോസ. പിന്നെ ബിഞ്ച് ഈറ്റിംഗ്, ടെൻഷനൊക്കെ വരുമ്പോൾ കൂടുതൽ കഴിക്കുക, കൂടുതൽ കഴിക്കുന്നതാണ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ഹ്യൂമൻ HIV, ദെൻ RTIS, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, ദി ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ സെക്സ്. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ദെൻ സാധാരണ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എറക്ടൈൽ ഡിസോർഡർ ഉണ്ട്, ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ ഉണ്ട്, ഡിലേഡ് ഇജാക്കുലേഷൻ, എയർലി ഇജാക്കുലേഷൻ, ജെനിറ്റോപെൽവിക് പെയിൻ പെനിട്രേഷൻ, അതായത് ഒന്ന് എറക്ഷൻ ഉത്തേജനം ഉണ്ടാകാതിരിക്കുക, പെണ്ണുങ്ങൾക്ക് അതിനകത്തുള്ള സന്തോഷം കിട്ടാതിരിക്കുക, ആണുങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഓർഗാസം ഉണ്ടാകാതെ സെമൻ പോവുക അല്ലെങ്കിൽ ശുക്ലം പോവുക, ഒന്ന് പതുക്കെ പോവുക, ഒന്ന് നേരത്തെ പോവുക, ഒന്ന് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെൺകുട്ടികളോട് ഉണ്ടാകുന്ന വേദനകൾ. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ മെഡിസിൻ ഇൻഡ്യൂസ്, അതായത് എന്തെങ്കിലും തെറ്റായ മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പോലെ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. ഇതൊക്കെയാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് സ്ട്രെസ് ഉണ്ടാകുക, ആ സ്ട്രെസ് ഉണ്ടാകുന്ന എങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാം, ആ റിലാക്സേഷൻ ടെക്നിക്സും ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എങ്ങനെയാണ് റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് മെഡിറ്റേഷൻ ഉണ്ട്, ഏത് തരത്തിലുള്ള യോഗ നമുക്ക് ഗുണം ചെയ്യാം, എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്, എങ്ങനെയാണ് ബയോ ഫീഡ്ബാക്ക്, എങ്ങനെയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, ടൈം മാനേജ്മെന്റ്. ഇതിനകത്ത് ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് പറഞ്ഞു തരാം. അപ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെസ് ഹെൽത്ത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സ്ട്രെസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും. അപ്പോൾ സ്ട്രെസ് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറയാം. അതിനകത്ത് ഈ ടെക്നിക്സ് റിലാക്സേഷൻ നമ്മുടെ ബുക്കിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിന്റ് തന്നിട്ടുണ്ട്. എന്താണ് റിലാക്സേഷൻ ടെക്നിക്സ്, എന്തൊക്കെ മെഡിറ്റേഷൻ തരുന്നുണ്ട്, എന്തൊക്കെ യോഗകളുണ്ട്, മൈൻഡ്ഫുൾനെസ് എങ്ങനെ, ബയോ ഫീഡ്ബാക്ക്, കോഗ്നിറ്റീവ് റെസ്ട്രിക്റ്റീവ്, ടൈം മാനേജ്മെന്റ്. ഇത് വരുന്ന ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ടാകും. അതുപോലെ സെക്സും സെക്ഷൽ ഡിസ്ഫങ്ഷൻസും ഈറ്റിംഗ് ഡിസോർഡേഴ്സും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ബുക്കുകളും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. നമ്മൾ പ്രിന്റ് കിട്ടുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യമില്ല,
നമ്മൾ കുറച്ച് ഇതിനെക്കുറിച്ചുള്ള ജാക്കബ്സൺ റിലാക്സേഷൻ ബുക്കിനെ കുറിച്ച് ടെക്നിക്സിനെ കുറിച്ച് തന്നെ ബുക്കുകൾ കിട്ടാറുണ്ട്. പിന്നെ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, യോഗ ഉണ്ട്. ഇത് വായിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു.